എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യാത്ര പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 10:30 ആകുമ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഒരു മണി ആ ടൈമിലൊക്കെയാണ് കേട്ടോ നമുക്ക് ട്രെയിന്. അപ്പോൾ നമ്മൾ റെഡിയായി ഒരു 11 മണിയാകുന്ന സമയത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓലോക്കോട് നിന്നാണ് കേട്ടോ നമ്മൾ ട്രെയിൻ കയറുന്നത്. അങ്ങനെ അവിടെ പോകുമ്പോൾ നമുക്ക് ട്രെയിനൊക്കെ വരാനാകുന്നേ ഉള്ളൂ. നമ്മളൊരു 11 മണിക്ക് എത്തിയല്ലോ. ഒരു മണിക്കാണ് നമുക്ക് ട്രെയിൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു ഒരു 10:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ വെളിയിൽ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ നേരം വെളുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് ഒരു 11 മണിക്ക് എത്തി. അതിന് ശേഷം നമുക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പുമായിരുന്നു. ഇന്ന് നേരത്തെ വരുന്ന ട്രെയിന് ഇന്ന് ഭയങ്കരമായിട്ട് വൈകിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. 1 മണിക്കാണ് നമുക്ക് ട്രെയിൻ വരേണ്ടത്. അത് ഒരു 2:30 ആയിട്ടോ, പുലർച്ചെ 2:30 ആയി നമുക്ക് ട്രെയിൻ വരുന്ന സമയത്ത്. അപ്പോഴേക്കും തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഉറക്കം വന്ന് അവിടെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകും. നമുക്കും നല്ല ഉറക്കം. ആ ഒരു 1 മണി 2 മണി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഉറക്കത്തിൻ്റെ ടൈമാണല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആ ടൈമിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ട്രെയിൻ വന്നത് വേഗം കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കയറി അതിന് ശേഷം പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരം വെളുത്തിട്ടുള്ള വീഡിയോ കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ അശ്വിൻ കിടന്ന ബർത്തിൽ വീണ്ടും അവൻ കയറിയിട്ട് അവനെ കാണിക്കാൻ പറഞ്ഞാണ് കേട്ടോ എന്നോട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8-9 മണി ആയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല ഒരു മഞ്ഞും നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ടൈമായിട്ടും നല്ലൊരു മഞ്ഞും തണുപ്പൊക്കെയാണ്. നമ്മൾ എത്തിയത് ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. നമ്മൾ വേളാങ്കണ്ണിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു ട്രെയിൻ കയറി നമ്മൾ വേളാങ്കണ്ണിയുടെ ആ ഭാഗത്ത് ഇറങ്ങി. വേളാങ്കണ്ണിയിൽ അത് കറക്റ്റ് സ്ഥലം എനിക്ക് അറിയില്ല കേട്ടോ. അവിടെ ഇറങ്ങി അവിടുന്ന് ഒരു 10 മിനിറ്റ് വേറൊരു ട്രെയിൻ കയറണം കേട്ടോ. ആ പോകുന്ന സമയത്ത് നിറയെ ഉപ്പുണ്ടാക്കുന്ന പാടങ്ങളും അങ്ങനെ എല്ലാം കാണും കേട്ടോ. ഞാനതൊക്കെ കണ്ട് നമ്മളൊരു 12 മണിയാകാറാകുമ്പോഴാണ് ശരിക്കും വേളാങ്കണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തി റൂമൊക്കെ എടുത്ത് ഫ്രഷായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ കണ്ടിട്ടുള്ള ആ ഒരു പിക്ചറൊക്കെ ഒന്ന് ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് ആ ഹോട്ടലിൽ അത്ര പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറി വേറൊരു ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈം ആകുമ്പോഴേക്കും തന്നെ നല്ല വിശപ്പായിരുന്നല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വേറെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ കേട്ടോ. എപ്പോഴും ഉള്ള പരിപാടിയാണ് കേട്ടോ. ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക. അതിന് ശേഷം ഭക്ഷണം വരുമ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മറക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് കഴിച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തൊഴുതാൻ പോകുന്നത്. അപ്പോൾ അവിടെ 12 മണിക്ക് എത്തി നമ്മൾ കുളി കഴിഞ്ഞ് റെഡി ആയിട്ടൊക്കെ പോകുമ്പോഴേക്കും 1-1:30 ആയിട്ടോ. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തൊഴുതാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വേളാങ്കണ്ണിയിലെ മാതാവിൻ്റെ പള്ളി. നല്ല വലിയ പള്ളിയാണ് കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മൾ പോകുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രെയിനിൽ വരുന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മുടെ തമിഴ്നാട് ഭാഗത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മഴ പെയ്ത് കാരണം ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഉള്ളിൽ പോയി തൊഴുതലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പുറത്ത് വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പൂവാണ് കേട്ടോ. ഇത് അവിടെ പൂവ് പറയുമ്പോൾ നമ്മൾ മാലയൊക്കെ വാങ്ങി നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ മാലയൊക്കെ വാങ്ങി കൊടുക്കില്ല. ഇന്ന പോലെ തന്നെയാണ് കേട്ടോ. അവിടെ ആൾക്കാർ മാലയൊക്കെ വാങ്ങി മാതാവിന് ചാർത്താൻ കൊടുക്കുന്നുണ്ട്. ആ കൊടുത്തിട്ടുള്ള മാല ഇങ്ങനെ എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കണ്ട. അപ്പം നമുക്കും കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ചു തന്നതാണ്. നമ്മളിതിന് മുമ്പും പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേളാങ്കണ്ണിക്ക് നമ്മളൊരു 10-12 കൊല്ലം ഒരു 13 കൊല്ലം മുമ്പ് നമ്മുടെ അക്ഷയ മാത്രമായിട്ടുള്ള സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് പോയി ഒരു ദിവസം നിന്നിട്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തു. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളി കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്തായിരുന്നു ഇതിൽ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ കണ്ട് തൊഴുതലൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പുറത്തും ചെറിയ പള്ളികളായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ നമ്മൾ തൊഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല
ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അത്ര ഇഷ്ടമുണ്ടാവില്ല. അത് കാരണം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ എല്ലാവിടെയും പോകുന്ന പോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും വെക്കാൻ 2 സൈഡുമായിട്ട് നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഇത്രയ്ക്കങ്ങോട്ട് കടകളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കടൽ നല്ല താഴത്തേക്കായിരുന്നു കേട്ടോ. ഇപ്പം നല്ലപോലെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന അവിടുന്ന് മോള് അതും താഴെ തന്നെ കടൽ നല്ലോണം കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ ആൾക്കാരുണ്ട്, നല്ല പോലെ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നമ്മൾ നിൽക്കുന്ന അവിടേക്ക് ഇങ്ങനെ തിര അടിച്ചുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അന്ന് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കൽക്കട്ടല്ല കല്ലുകൊണ്ടുള്ള ഒരു കെട്ട് അങ്ങനെയൊന്നുമില്ല, വെറും പ്ലെയിനായിട്ടായിരുന്നു കേട്ടോ. 10-15 കൊല്ലം പറയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും 15 കൊല്ലം മുമ്പാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല ഒരു മഴക്കാറും പിന്നെ നല്ലൊരു ചെറുതായിട്ട് മഴപ്പാറ്റണോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടലിലെ വെള്ളത്തിന് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ ഇങ്ങനെ കടലിലൊക്കെ നമ്മൾ ഒന്ന് നിൽക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾ 15 കൊല്ലം മുമ്പ് വരുന്ന സമയത്ത് രാവിലെ നേരം പോയി കഴിഞ്ഞ് ഇങ്ങനെ ബോട്ടിൽ ആൾക്കാർ മീൻ പിടിച്ചു കൊണ്ട് വരുന്നതും അതുപോലെ തന്നെ അതിൽ മീനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ടൈമിൽ നോക്കുമ്പോൾ മീൻ പിടുത്തമൊക്കെ രാവിലെ നേരത്തെ കഴിഞ്ഞ കാരണം തന്നെ ബോട്ട് 1-2 ബോട്ട് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് ബോട്ടുകളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെയൊന്നും ഇതുപോലെ കടലിലേക്ക് ഒരുപാട് ഇറങ്ങി കുളിക്കാനൊന്നും അയക്കും തോന്നിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ആൾക്കാർ നിറയെ നല്ലപോലെ ആ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല തണുപ്പും നല്ലൊരു എന്താ പറയുക കാറ്റും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് നാളായി നമ്മൾ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിക്കാത്ത ഒരു ടൂറായിരുന്നു, പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ കുട്ടികൾ വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ച് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ പിടിച്ചിട്ട് വറുത്ത് തരിക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അന്ന് നമ്മൾ പോയ സമയത്ത് ഇതുപോലെ കടകളും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നിറയെ കടകളാണ്, ഒരുപാട് കടകളും അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. അതിന് ശേഷം പിന്നെ കടലിലൊക്കെ ഇങ്ങനെ കളിച്ചു. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ നോൺ വെജല്ല വെജിറ്റേറിയനാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഏതായാലും ഇവിടുന്ന് ഒരു മീൻ ഫ്രൈ വാങ്ങാൻ പറഞ്ഞിട്ട് ഒരു മീൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീനായത് കാരണമായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. പാകത്തിനുള്ള എരിവും ആ മസാലയും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ടാർപ്പായൊക്കെ ഇട്ട് മറിച്ച് ശരിക്കും മണൽ തന്നെയാണ് കേട്ടോ. മണലിങ്ങനെ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ചോറ് പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടാകും കേട്ടോ. നമുക്ക് ഏതാ വേണ്ടത് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരിത് വറുത്ത് തരും കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കടയിലൊന്ന് കയറിയെന്നാണ് എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ അക്ഷയ്ക്ക് കഴുത്തിലുള്ള സ്കാർഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പർച്ചേസൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോഴുള്ള നമ്മുടെ കടലിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ കടലിലൊക്കെ പോയി വരുമ്പോഴേക്കും തന്നെ 4 മണിയാകാറായിട്ടുണ്ടാകും. ഒരു 3:30 ആകുമ്പോൾ നമ്മൾ തിരിച്ച് വന്നു. അതിനുശേഷം കൈയും കാലും മുഖമെല്ലാം കഴുകി നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് നമുക്ക് 4:30ക്കാണ് ട്രെയിന്. നമ്മൾ അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാത്രി നമ്മൾ ശനിയാഴ്ച പുലർച്ചെ 2 മണിക്കുള്ള ട്രെയിൻ കയറി. അതുപോലെ തന്നെ വൈകുന്നേരം 4:30ക്കുള്ള ട്രെയിൻ കയറിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് അവിടുന്ന് വന്നു കേട്ടോ.